ഞാൻ ഈ വീഡിയോയ്ക്ക് തുടക്കം ഇടുമ്പം എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാട്ടൊക്കെ കൊടുത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നായിരുന്നേ. അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ടും ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇന്ന് വൈകുന്നേരത്ത് ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു. അപ്പോഴാണ് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് ആ വീഡിയോ ഇവർ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത്രയും പാടുപെട്ട് ഈ വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമുക്കിതങ്ങ് പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. ഈ പുട്ടും കടലക്കറിക്കും എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉണ്ട്. പണ്ട് ഉമ്മയുടെ ഉമ്മ ആയിരുന്നു ഞങ്ങളുടെ നോക്കിക്കൊണ്ടിരുന്നത്, അതായത് കൊട്ടിയത്തുമ്മ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ആ ഒരു രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഒരു ദിവസം ഓഗസ്റ്റ് 15 കേട്ടോ, സ്കൂളിൽ രാവിലെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഒരു 7 മണി കഴിയുമ്പോഴത്തേക്ക് ബസ് വരുമായിരുന്നു. അന്ന് നേരത്തെ എല്ലാവരും റെഡിയായി നിൽക്കാൻ പറഞ്ഞു. റെഡിയായി കഴിഞ്ഞതിന് ശേഷം കൊട്ടിയത്തുമ്മ വാരിത്തരുന്ന പുട്ടിൻ്റെയും കടലക്കറിയുടെയും രുചി ഇന്നും എൻ്റെ വായിലുണ്ട് കേട്ടോ. അതിനുശേഷമാണ് കടലക്കറി എനിക്ക് ഇത്രയും ഇഷ്ടം. അങ്ങനെ ഞാനും കടലക്കറി ഉണ്ടാക്കാൻ പഠിച്ചു. പക്ഷേ കൊട്ടിയത്തുമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയോ ഒന്നും ടേസ്റ്റ് ഇതുവരെ എൻ്റെ കടലക്കറിക്ക് വന്നിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്കെന്തായാലും ഈ കൊമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പുട്ടിനോട് ഇവിടെ ആർക്കും ഒരു ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അജ്മയുടെ പുട്ടുപൊടി ഉമ്മാണ് കേട്ടോ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അടിപൊളി പുട്ടുപൊടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 കുറ്റി ചിരട്ടപ്പുട്ടൊക്കെ ഒറ്റയടിക്ക് കഴിക്കാറുണ്ട് കേട്ടോ. ഇന്ന് അത്രയ്ക്കുള്ള ഹെൽപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 കുറ്റി പുട്ട് മാത്രമേ പുഴുങ്ങുന്നുള്ളൂ. ഒന്ന് എനിക്കും ഒന്ന് അജുവിനും വേണ്ടി. ഏസന് ആസ് യൂഷ്വൽ ദോശ തന്നെയാണ്. അത് ഓൾറെഡി ചുട്ട് ഏസന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പുള്ളി കഴിച്ചിട്ടില്ല. അങ്ങനെ ഗരം മസാലയൊക്കെ ഇട്ട് ഒരു ലഘുവായിട്ട് ഒരുപാട് മസാലയൊന്നും ഇല്ലാത്ത കടലക്കറിയും പുട്ടുമൊക്കെ റെഡിയായി. ഇനി ഞാൻ പുട്ട് പോയെന്ന് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി പറയണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൊട്ടിയത്തുമ്മയെയും ഉമ്മയുടെയും കടലക്കറിയും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ.